അയ്യോ മണലിറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. എന്താ പറയുക, വളരെ ഭയങ്കര ഒരു സന്തോഷം. ഒരു ചെറിയ കാറ്റുണ്ട്, ചെറിയൊരു തണുത്ത കാറ്റുണ്ട്. തണുപ്പ് എന്ന് പറയാൻ പറ്റില്ല, ചൂട്, ചെറിയ ചൂട് കാറ്റ് അങ്ങനെ തന്നെ പറയാം. അത്യാവശ്യം എന്താ പറയുക, വലിയൊരു സിറ്റിയാണ് അപ്പം കാണുന്നത്. ഇങ്ങനെ എന്താ ഫൈനലി അങ്ങനെ വെള്ളത്തിൻ്റെ അടുത്തെത്തി. ഓവറങ്ങനെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, പോണില്ല. ഇതും കൂടി പകൽ വരണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരാളും മനുഷ്യനുമില്ല. എന്താ പറയുക, നല്ല അടിപൊളി. ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഏകദേശം ആ കട്ടിയിൽ ഒരു ലൈറ്റ് കാണുന്ന അവിടം വരെയാണ് തോന്നുന്നത് കര. ബാക്കിയുള്ളത് കടലിൽ ബോട്ടും കാര്യങ്ങളൊക്കെ ആണെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ സിറ്റിയാണ്, വലിയ വലിയ സിറ്റി, കുവൈത്ത് സിറ്റി. കുറേ ആൾക്കാർ മീൻ പിടിക്കാൻ വന്നിരുന്നു. നമുക്ക് നോക്കാം, ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. हिंदी हिंदी वीडियो ले लेगा तो मुश्किल है। मछली पकड़े वीडियो ले लेगा तो मुश्किल है। मुश्किल नहीं है ना। मछली पकड़ा वीडियो लेने के लिए मुश्किल है। അങ്ങനെ ഹസ്ബൻ പാടി ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അവിടെ മീൻ പിടിക്കുന്നൊക്കെ അലൗഡാണ്, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ രണ്ട് അറബി, ഈജിപ്ത് മുദീർ, ഈജിപ്ത്, ഈജിപ്ത്, രണ്ട് ഈജിപ്തുകാരെ പരിചയപ്പെട്ടു. ഒരു ചൂണ്ട ഇടുകയാണ്. വീഡിയോയിൽ കാണാവുന്നോന്നറിയില്ല. ഇതാക്കുന്ന ഇവിടെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒന്നാളെ കയ്യിലുണ്ട്. രണ്ട് ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഗോബ് ഗോബ് ഗോം ഗോം ഗോബ് 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 ഗോബ്. ആ, മലയാളം ഞണ്ട്. ഞണ്ട്, ഞണ്ട് തന്നെയാണ്. രണ്ട് നല്ല അടിപൊളി രണ്ട് ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇവരെ എര എന്ന് പറയുന്നത് ചിക്കൻ്റെ പാർട്സ്. ദജാജ്. അതാ, ഇതാണ് റീല്. ശേഷം നല്ല നീളമുള്ള റീലാണ്. ഹലോ ചങ്ങായിമാരെ, അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നേരെ ഞാനിവിടെ ഇരിക്കുന്നു. വീഡിയോയിൽ ഇപ്പോൾ എല്ലാം കാണിക്കലും എടുക്കില്ലല്ലോ. കുറച്ച് നേരം അവിടെ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു എന്താ പറയുക, ഒരു പാർക്ക് പോലുള്ളൊരു സ്ഥലം ഇതിൻ്റെ അടുത്ത് ഓപ്പൺ ചെയ്തിട്ടില്ല. പക്ഷെ ആൾക്കാർ കയറുന്നതിന് പ്രശ്നമൊന്നുമില്ല, പണി നടന്നിരിക്കുന്നതാണ്. അപ്പം അങ്ങോട്ട് കയറി നിന്ന്, ഇപ്പം നമ്മളെ കുവൈത്ത് ടൗണ് അല്ല, കുവൈത്ത് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകുന്ന അവിടെ ഒരു വൈറ്റ് ലൈറ്റ് കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി ഉണ്ട്, പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് കുവൈത്ത് സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, ഞാൻ നിൽക്കുന്നിടത്ത് നമുക്ക് ചുറ്റളവ് കാണുന്നതൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളാട്ടോ. അവിടെ കാണുന്ന
അതൊക്കെ ഈ ഇപ്പം കൈയിൻ്റെ നേരെ കാണുന്ന അതൊക്കെ വലിയ ബിൽഡിംഗ് ആണ്. ആ നേരെ അങ്ങനെ പോയിട്ട് അതൊക്കെ അവിടെ വൈറ്റ് ലൈറ്റ് കാണുന്നത്, അതാണ് ഒരു എൻഡ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു ഉള്ളേരി ഇങ്ങനെ എന്ത് ചെയ്യുക, കല്ലിട്ട് നിരത്തിയിട്ട് ഉണ്ടാക്കിയ ഒരു ഏരിയയാണ്. അപ്പം അതാണ് എൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ നമ്മളെ ഭൂപടം നോക്കുമ്പം മനസ്സിലാവും, ഒരു കടലിനിങ്ങനെ എന്ത് ചെയ്യുക, ഒരു ക്രോസ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ കുവൈത്ത് എന്ന് പറയുന്നത്. ഒരു കടലിൻ്റെ എൻഡ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു സ്ഥലമാണ് ഈ കുവൈത്ത് എന്ന് പറയുന്നത്. അപ്പം കുവൈത്തിന് 2 ഭാഗമായതുകൊണ്ട് തന്നെ അപ്പുറത്തേക്ക് കിടക്കാനുള്ളൊരു പാലവും കാര്യങ്ങളൊക്കെ എന്തുണ്ട്, ഈ സൈഡിലായിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ അത്ര അങ്ങ് കാണത്തില്ല. വീഡിയോയിൽ തീരെ കാണുന്നില്ല. പകലാണെങ്കിൽ ചെറിയൊരു വരയെങ്കിലും കാണിച്ചു തരാണ്. അപ്പം ഇങ്ങനെ ക്രോസ് ചെയ്യുന്നൊരു പാലം ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ എന്തായാലും നല്ലൊരു വീഡിയോ എടുക്കാൻ പകൽ സമയം, ഇത് ബീച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയതിന് ശേഷം എന്തായാലും വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്ത് ചെയ്യാം, തൽക്കാലം ഈ വീഡിയോ എന്ത് ചെയ്യുക, ഇവിടെ നിർത്തുകയാണ്. അപ്പം പുതിയ ഒരു വീഡിയോ വരെ എല്ലാവർക്കും എന്ത് ചെയ്യുക, കാത്തിരിക്കുക. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റിൽ കൂടെ അറിയിക്കുക.